ആരാ അതിപ്പോ വരുന്നത്? നീലു അല്ലേ? അല്ലടി പാറോ, ഇജ്ജെന്തപ്പോ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തപ്പോ എപ്പോ നോക്കിയാലും വായിട്ടലിച്ചുകൊണ്ടാ? ഹേയ്, എന്റെ മടിയിലൊന്നും അങ്ങോട്ട് ഇറങ്ങി നിന്ന് ചെക്ക. എപ്പ കേറി ഇരുന്നതാ? ഓ, എന്താ ഓൾക്ക് ഇത്ര പത്രാസ് ഇന്നോടൊന്നും മിണ്ടാതെ പോണത്? അല്ല നീലോ, എന്തൊക്കെയാ എന്റെ വർത്താനം? ഐ, എന്താ നീലോ ജിന്ന അങ്ങനെ കണ്ടിക്കണ്? കേക്ക് അവിടെ വാലപാടിയിൽ കുത്തിവെപ്പ് നടക്കല്ലേ, അപ്പൊ നീ ചെക്കനെ ഒന്ന് കൊണ്ടുപോയാ മതി. ഓൾക്ക് പറ്റൂല, ഓളി പുറത്തുക്കട ഇറങ്ങൂലാണ്. ഓൾ പേരുടെ ഉള്ളിലൂടെ കുത്തിരിക്കാണ്. പിന്നെ ആരെ കൊണ്ടുക ഈ വയസ്സാം കാലത്ത്? ഞാനോ? ഓ, അനക്കിപ്പോ എന്റെ സങ്കടം കേൾക്കാൻ പറ്റൂല. ഞാനിപ്പോ ആരോടെങ്കിലും ഒന്ന് പറയണ്ടെന്ന് വെച്ചിട്ട് പറയല്ലേ? അനക്ക് നല്ല ഒന്ന് കേൾക്കാൻ ഒഴിവില്ലല്ലോ. ഇന്നാലും കുട്ടിയെ, ഞാൻ എന്റെ വിഷമം പിന്നെ ആരോടെ പറയാ? എന്റെ മകനാണെങ്കിലേ തോന്നുമ്പോ വന്ന് കേറുന്ന സ്വഭാവമാണ്. അതിനോടൊക്കെ എന്തെങ്കിലും പറഞ്ഞ അതിന്റെ ഈ ചെവി കൂടെ കെട്ടിട്ട് ആ ചെവി കൂടെ കൂടും. ഒരു കാര്യമില്ലാന്ന്. ആ, കണ്ടോ കണ്ടോ, ഞാനിങ്ങനെ നോക്കിട്ട് എന്താ കാര്യം? ഓനിക്കേ ഓന്റെ അമ്മ മതി, ഇനി ഒന്നും വേണ്ട. പിന്നെ ഞാൻ എന്തിനാ പോനെ നോക്കണത്? ഓ, ഓൾക്ക് ഇപ്പൊ എന്റെ സങ്കടം കേൾക്കാനൊന്നും സമയമില്ലല്ലോ. ഓ, ഓളൊരു പവറാപ്പ. അത് വലിയ കൊമ്പത്തേന്നാ വിചാരം. ഞാൻ എന്റെ സങ്കടം ഒന്ന് പറഞ്ഞതാണെന്ന് ഓൾക്കത് കേൾക്കാൻ സമയമില്ല. ഓ, അല്ലടാ, നിന്നെ നിന്റെ അമ്മനേക്ക് ഞാൻ പൊരപ്പുറത്ത് കയറ്റി വെക്കടാ. നീ പൊടിച്ചക്കാടുന്ന്. ഹോ, നീയും നിന്റെ ഒരു അമ്മയും. ഓ, പിന്നെ നിന്റെ അമ്മനെ എന്തൊരു പേടിയാന്നറിയോ എനിക്ക്? പോടിച്ചക്കാടുന്ന്. വിത്ത് ഗുണം 10, നന്ദിയില്ലാത്ത ചെക്കൻ. പോട കുട്ടാവിടുന്ന്. പോടിച്ചക്കാടുന്ന്. ഇതേ എന്റെ വീടാണ്, നിങ്ങളുടെ നല്ല. വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയോട് പോയിക്കോ. അതെങ്ങനെ? തള്ളയുടെ സ്വഭാവം പിന്നെ ഒട്ടും നന്നാവോ ചെക്കൻ? ഇനി നീ കരഞ്ഞൊളിച്ചുകൊണ്ട് എങ്ങനെ വാ എന്റെ മടിക്ക്. നിന്നെ ഞാൻ ഇവിടെ ഇട്ടാ. ആ മണ്ണ് കേറി ഇരുന്നിട്ട് ഇനി ഇങ്ങോട്ട് വന്ന് കേറിക്കോളൂ അവൻ. ഓരോരുത്തരായി വന്നോളൂട്ടോ. എന്നിട്ട് ആദ്യം ഇവിടെ വന്ന് പേര് എഴുതി ഒപ്പിടണം. എന്നിട്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തോളൂ. അതെ അതെ, വരി വരിയായിട്ട് ഓരോരുത്തരായിട്ട് വരൂ. കല്ലു, എന്തൊരു തിരക്കാണ്. എപ്പോഴാ നമ്മുടെ തീരാനാവോ? ഓലിക്ക് എന്തിന്റെ കാര്യമാണ് നീലമ്മേ? ഓല് വെറുതെ കറിയാടി. മിഠായി കിട്ടാൻ നേരം വൈകിട്ടേ കറിയാണ്. അയ്യേ, അപ്പി കുട്ടികള്. കല്ലു നല്ല കുട്ടി. അതെ അതെ, കല്ലു നല്ല കുട്ടി. അച്ഛാ, പ്ലീസ് അച്ഛാ, എനിക്ക് സൂചി വെക്കണ്ട അച്ഛാ. മിണ്ടാതിരുന്ന കൊച്ചവിടെ.
സൂചി വേണ്ട അച്ഛാ. ആ സൂചി ഒന്നും വേണ്ട, പക്ഷെ നിന്റെ പേര് പറഞ്ഞു മോനു. അപ്പു, അതാ എന്റെ പേര്. ഫാദർ നെയിം അപ്പുകുട്ടൻ നായർ. ഇനി അങ്ങോട്ട് മാറി നിന്നോളൂ, അങ്ങോട്ട് നീങ്ങി നിക്ക്. സൂചി വേണ്ട. നീലുമ്മി, അവിടെ ചീത്ത, ചക്ക, കരിയ. അതെ അതെ, അതന്നെ. എന്റെ കല്ലുമുള്ള നല്ല കുട്ടിയാ. കല്ല് നല്ല കുട്ടി. കല്ല് മിഠായി വേണം പറഞ്ഞിട്ട് കരയൂല. അതല്ലേ നീലമ്മ പറഞ്ഞേ, കല്ല് നല്ല കുട്ടിയാണെന്ന്. ചേട്ടാ, ആ കൊച്ചിനെ കൊണ്ടേ അങ്ങോട്ട് നീങ്ങി നിന്നോളൂ. അപ്പു, അങ്ങോട്ട് നീങ്ങി നിന്നേ. എന്താ അച്ഛാ, ഇങ്ങോട്ട് നീങ്ങി നിന്നോളൂ കുട്ടി. കല്ല് നല്ല കുട്ടി. ഇനി അങ്ങോട്ട് നീങ്ങി നിന്നോളൂ മോനെ. കഴിഞ്ഞു, കരയില്ലേ. ചേട്ടാ, ഈ കൊച്ചിനെ ചെന്നപാട് ഇതിൽ നിന്നൊരു പൊട്ട് ഗുളിക കൊടുത്തോളൂ. പിന്നെ കൊടുക്കണം മോളെ. ഇല്ല, പനി കൂടുതലുണ്ടെങ്കിലേ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പു വാടാ. നീ ചിരിക്കൊന്നും വേണ്ട, നിനക്കും കുത്ത് കിട്ടും, നോക്കിക്കോ. കല്ല് നല്ല കുട്ടി, കരിയൂല. അല്ല നീലമ്മേ? അതെ അതെ. ഇനിയിപ്പോ കൊച്ചിന് പനി ഉണ്ടാവുകയാണാവോ? പനി ഉണ്ടാവും, അതിന് ആ ഗുളിക കൊടുത്താൽ മതി, ശരിയായിക്കോളും. ഇനി അടുത്താള് വന്നോളൂ. ചേച്ചി, എനിക്ക് സൂചി വേണ്ട. അതൊന്നും വേദന ഉണ്ടാവില്ല മോളൂ. കൊച്ചിന്റെ പേരെന്താ? അലീന. നിങ്ങളുടെ പേരോ? എൽസ. ഇങ്ങോട്ട് വന്നോളൂ. എന്ത് കരച്ചിലാടി ഇത്? മോളെ നിക്ക്, ഇത് ഞാൻ വരുന്നു. അവളെ തെറ്റിപ്പോയതാ തോന്നുന്നു, ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട്. കൂടെ ചെല്ലേ, ഒറ്റയ്ക്ക് ഓട്ട ഓടിക്കണേ. മോളെ നിൽക്ക്. കല്ലുവിന് മിഠായി എപ്പോഴും കിട്ടാ. നിക്കടി കല്ലുമോളെ. അടുത്താള് വന്നോളൂ ട്ടോ. എനിക്ക് സൂചി വേണ്ട. ചേച്ചി, എനിക്ക് സൂചി വെക്കണ്ട ചേച്ചി. അങ്ങോട്ട് നടക്ക് പെണ്ണേ. അവിടെ പോയിട്ട് ആദ്യം പേര് എഴുതി വരൂ. അവള് സൂചി വെക്കും മുന്നേ തന്നെ കരച്ചിൽ തുടങ്ങിയിരിക്കണോ? അടുത്താള് പേര് പറഞ്ഞോളൂ. പേര് പറ മോളെ. മാലു, കുട്ടിയുടെ പേര്. അച്ഛന്റെ പേര് രാജൻ. അങ്ങോട്ട് നീങ്ങി നിന്നോളൂ. ചേച്ചി, എനിക്ക് കുത്തല്ലേ. ചേച്ചി, ചേച്ചി എന്താ ദുഷ്ടത്തിയാ? എനിക്ക് കുത്തല്ലേ മാറേ. മോളെ, ഇത് വേദനയൊന്നും ഉണ്ടാവില്ലെന്ന്. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. ഇതൊക്കെ പേടിക്കാനൊന്നുമില്ലെന്ന്. ദാ ഇപ്പൊ കഴിയും. ഓരോരുത്തരും ഓരോ വിധത്തിലാണല്ലോ കരച്ചില്. ഇത് കഴിഞ്ഞില്ലേ, പിന്നെന്താ? മോളെ, അവിടെ നിന്ന് ഗുളിക വാങ്ങിക്കോളൂ. പോയ പാടങ്ങി അതിനൊരു പൊട്ട് ഗുളിക കൊടുക്കണം, കേട്ടല്ലോ? അയ്യോ, അവൾ ഓടിക്കളഞ്ഞു. നിക്കടേ, ഞാനിത് വാങ്ങട്ടെ. ഇല്ല, ഞാൻ നിക്കൂല. ഞാൻ വീട്ടിൽ പോകാം. ഞാൻ പറഞ്ഞു കൊടുക്കാം അമ്മനോട്. ഇത് മോളെ, ഈ ടാബ്ലറ്റ് കൊണ്ടുപോയിക്കോ. അടുത്താൾ വന്ന് പേര് എഴുതിക്കോളൂ ട്ടോ. മടിച്ചു നിൽക്കാനേ, ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ. ഈ കൊച്ച ആരുടെ കൊച്ചാ? അത് എന്റെ കൊച്ചാ. അപ്പുറത്ത് പോയിട്ടേ പേര് എഴുതി വരൂ. ദീപു. അച്ഛന്റെ പേര് വിനോദ്. ഓക്കെ, അങ്ങോട്ട് പോയിക്കോളൂ. ഇനി കുത്തണ്ട. ആര് പറഞ്ഞു? ഇവിടെ ആരും കുത്തണൊന്നുമില്ല. അവനെ ഭയങ്കര പേടിയാ. പേടിക്കണ്ട കേട്ടോ. അടുത്താള് വന്നോളൂ ട്ടോ. മോനെ, അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. എന്നെ കുത്തല്ലേ. ഇവന് തീരെ ആളിക്കില്ലല്ലോ, നല്ല തൂക്കം കുറവുണ്ട്. അവനെ ഭക്ഷണം ഒന്നും കഴിക്കൂല. അവനെ ഡോക്ടർ വരുമ്പോ ഒന്ന് കാണിച്ചു കൊടുക്ക്. കഴിഞ്ഞിട്ടില്ല, ഒരാൾ കൂടി ഉണ്ട്. മോളെ, ഇങ്ങോട്ട് വന്നേ. മമ്മി, എനിക്ക് കുത്തല്ലേ മമ്മി. മോളെ പേര് സോന. ഓക്കേ, മറ്റേ കുട്ടിയുടെ താഴെയുള്ള കുട്ടി തന്നെയല്ലേ? അതെ അതെ. ഓക്കേ, കുത്തിവെപ്പ് എടുത്തോളൂ. മോളെ, പേടിക്കല്ലേ, ചെറിയ വേദനയുള്ളൂ കേട്ടോ. കുത്തുന്നുണ്ടേ, പേടിക്കല്ലേ. മമ്മി, കഴിഞ്ഞു മോളെ. മമ്മി, ഞാൻ പോകാം, ഉണ്ടെങ്കിൽ വാ. നിക്ക് മോളെ, ടാബ്ലറ്റ് വാങ്ങട്ടെ. അറിയാലോ, ഒരു പൊട്ട് പോയി ഉടനെ തന്നെ കൊടുത്തേക്കണേ. അടുത്താള് വരൂ. ഇക്ക് സൂചി വേണ്ട. പിന്നെ ഇവിടെ മിഠായി വാങ്ങാൻ വന്നതാണോ? നീലമ്മേ, കല്ലിന് മിഠായി വേണം. നിക്ക് മോളെ, തിരക്ക് കൂട്ടല്ലേ. അവരുടെ കഴിയട്ടെ, നമ്മളെ
പോയി. മോളെ ഇങ്ങോട്ട് നിക്ക്. മോളെ പേര് പറയൂ. ദീപ്തി. ഓക്കേ. ഓ അവളെ കുത്തിയില്ല. അവൾ അതിനു മുന്നേ കരഞ്ഞു തുടങ്ങി. കഴിഞ്ഞു മോളെ. കല്ലുമോളെ ഇനി ഒരാൾ കൂടിയുള്ളൂ. നീലമ്മേ അവർക്കൊന്നും മിഠായി കൊടുക്കാത്തേ. നീലു എടുത്തി നിങ്ങൾ ആദ്യം വെച്ചോളൂ. അതെന്താ അല്ല നിങ്ങൾ വെച്ചോ. അത് കഴിഞ്ഞിട്ട് മതി. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വരൂ. കല്ലുമോളെ വാ. കല്ലുവിന് മിഠായി തരൂ. സുൽഫിക്കറേ എന്താവും എന്തോ കല്ലു അറിയില്ല. എന്തായാലും അവളെ പിടിക്കാൻ റെഡി ആയിരുന്നോ? ഒറ്റ ഓട്ടായിരിക്കും ചിലപ്പോ. ആഹാ അവൾക്ക് ഇവിടുന്ന് മിഠായി കൊടുക്കണുണ്ടോ? കല്ലുവിന് മിഠായി വേണം.